പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു സിംഹം വിശന്നിരിക്കുകയായിരുന്നു. നല്ലൊരു ഇരയെ കിട്ടിയിട്ട് ദിവസങ്ങൾ പലതായി. അങ്ങനെ പാതവക്കിലിരിക്കെ കൊഴുത്തുരുണ്ടൊരു കുതിര വരുന്നത് കണ്ടു. സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി. ഓടിച്ചാൽ കിട്ടാതെ വന്നേക്കാം. അതിനാൽ ഒരു ഡോക്ടറായി അഭിനയിക്കാൻ സിംഹം തീരുമാനിച്ചു. കുതിര തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് സിംഹം വിളിച്ചു പറഞ്ഞു, വരൂ വരൂ കുതിരേ, ഞാനിവിടെ പുതുതായി വന്ന ഡോക്ടറാണ്. ഈ കാട്ടിലെ ഏത് മൃഗത്തിൻ്റെയും ഏത് രോഗവും എനിക്ക് മാറ്റാൻ കഴിയും. കുതിര ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ അതിൻ്റെ വഴിക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് മുടന്തിക്കൊണ്ട് അതാ കുതിര സിംഹത്തിൻ്റെ മുന്നിൽ ഹാജരായി. ഡോക്ടറെ, രക്ഷിക്കണം, എൻ്റെ കാലിൽ വലിയൊരു മുള്ളു തറച്ചു, നടക്കാൻ വയ്യ. കുതിര വേദനയോടെ ഞരങ്ങി. ആ ശരി, വരൂ. സിംഹം രാജകീയമായി കിടന്നുകൊണ്ട് തല ഉയർത്തി പറഞ്ഞു, വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. ആ കാലൊന്നു പൊക്കൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. കുതിര സിംഹത്തിന്റെ തലയ്ക്ക് മുകളിൽ മുൻകാൽ പൊക്കി നിന്നു. ഇനി ഒറ്റ ചാട്ടത്തിന് കുതിരയുടെ കഥ കഴിക്കാം എന്ന് നനച്ച സിംഹത്തിൽ നിന്ന് പൊടുന്നനെ ഒരു നിലവിളിയാണുണ്ടായത്. കുതിരയുടെ കുളമ്പ് സിംഹത്തിന്റെ മൂക്കിൽ ആഞ്ഞു പതിച്ചതായിരുന്നു കാരണം. അടികൊണ്ട് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുമ്പോൾ അകന്നു പോകുന്ന കുളമ്പടി ശബ്ദവും കുതിരയുടെ പരിഹാസച്ചിരിയും സിംഹത്തിന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? എന്താണ് ഈ കഥയുടെ സന്ദേശം? കരുതലോടെ ഒരുക്കുന്ന പദ്ധതികൾ പലപ്പോഴും തിരിച്ചടിയേറ്റ് വിഫലമാകുന്നു.